വെൽക്കം ടു പെപ്പ ക്യാൻഡി. ഇത് കാണുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളും സേഫായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എൻ്റെ കഴിഞ്ഞ വീഡിയോയായ കിഡ്സ് റൂം ഓർഗനൈസേഷന് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിരുന്നു. താങ്ക്സ് എ ലോട്ട് ഫോർ യുവർ സപ്പോർട്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു വളരെ സോഫ്റ്റും മോയ്സ്റ്റും ഡിലീഷ്യസും ആയിട്ടുള്ള ഒരു കേക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ക്യാരറ്റ് കേക്ക്. ഈ കേക്കിൽ നമ്മൾ പാലൊന്നും ചേർക്കുന്നില്ല, അല്ലാതെ തന്നെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോഴേക്ക് നമുക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കേക്കിന് മുട്ടയുടെ സ്മെൽ ഉണ്ടാവില്ലേ. ഇനി നമുക്ക് പൊടിച്ച പഞ്ചസാര 3/4 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ബ്രൗൺ ഷുഗർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ബാച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്തൊരു ക്രീമി ടെക്സ്ചർ ആകുമ്പോൾ അതിലേക്ക് നമുക്ക് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒലീവ് ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. കോക്കനട്ട് ഓയിലും അങ്ങനെ ഫ്ലേവറുള്ളൊരു ഓയിൽ യൂസ് ചെയ്തത് കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബീറ്ററിൻ്റെ ഉപയോഗം അവിടെ നിർത്താം. അത് കഴിഞ്ഞ് നമുക്ക് ഒരു സ്പാച്ചുല മതി. ഈ ഒരു കേക്കിൽ നമ്മൾ മിൽക്ക് ആഡ് ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ നല്ല മോയ്സ്റ്റ് ആണ് കേട്ടോ കേക്ക്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ സിഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 3 തവണയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ഉപയോഗിച്ച് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഓവർ മിക്സിങ് പാടില്ലേ. ഞാനിവിടെ ഫ്ലേവറിന് വേണ്ടി ഒരു പിഞ്ച് ഓഫ് സിനമൺ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഓപ്ഷണലാണ്. അതല്ലാന്നുണ്ടെങ്കിൽ കാർഡമം പൗഡർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്താൽ ഒരു പ്രത്യേക ഫ്ലേവർ ഇത് ക്യാരറ്റ് കേക്കിന് കൊടുക്കും. അപ്പോൾ ഞാൻ സിനമൺ ഫ്ലേവറാണ് ആഡ് ചെയ്തേക്കുന്നത്. ഇതെല്ലാം ഓപ്ഷണലാണ്, ഫ്ലേവറിങ്ങിന് വേണ്ടി മാത്രം. വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ക്യാരറ്റ് ആഡ് ചെയ്യാം. നല്ല ഫൈനായിട്ട് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് 1 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. കേക്കിന് റിച്ച്നെസ് ഒന്ന് കൂട്ടാനായിട്ട് ചോപ്ഡ് നട്ട്സും റൈസിൻസും നമുക്ക് ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് സ്ലോലി മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബേക്കിംഗ് ട്രേയിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എയർ പോക്കറ്റ്സ്, എയർ ബബിൾസ് ഒക്കെ ഒന്ന് മാറ്റാനായിട്ട് ഒരു സ്ക്യൂർ ഒന്ന് ഒരു സിഗ്സാഗ് മോഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഒടിച്ചു കൊടുക്കാം. അത് കൂടാതെ കേക്ക് പാൻ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്യുമ്പോൾ എൻ്റെ ക്യാമറ ഷേക്ക് ആവുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് 170 ഡിഗ്രിയിൽ 20 to 25 മിനിറ്റ്സ് പ്രീ ഹീറ്റഡ് അവനിൽ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആൻഡ് ഡിലീഷ്യസ് മോയ്സ്റ്റ് ആൻഡ് ഫ്ലഫി ക്യാരറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നടുക്ക് കാണുന്ന ഹോളിൻ്റെ മോള് ബേക്കായെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ കേട്ടോ. ഇത് ചായയുടെ കൂടെയൊക്കെ വളരെ നല്ല കോമ്പിനേഷനാണ്. ഇനി ഞാൻ മക്കൾക്ക് കൊടുക്കാനായിട്ട് ഞാൻ അതൊരു ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ 1 കപ്പ് ക്രീം ചീസിൻ്റെ അളവിലാണ് പറയുന്നത് കേട്ടോ. 1 കപ്പ് ചീസിന് 1/2 കപ്പ് ബട്ടർ എടുക്കുക. എന്നിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ മധുരത്തിന് ആവശ്യമായ കണ്ടൻസ്ഡ് മിൽക്ക്, ഏകദേശം ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ വളരെ കുറച്ച് എമൗണ്ട് എടുത്തിട്ടുള്ളൂ, കാര്യം എനിക്ക് 2 സ്ലൈസ് കേക്കിനകത്ത് മാത്രമേ ഇത് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. അതിനുള്ള അളവേ കാണിക്കുന്നുള്ളൂ. ഒരു ഫുൾ കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാനുള്ള അളവാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ 3 ഐറ്റം നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വാനില എസൻസും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ 4 ഐറ്റം മതി നമ്മുടെ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ഉണ്ടാക്കാൻ. അപ്പോൾ ഈ 4 ഇൻഗ്രീഡിയൻറ്റും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വെറുതെ കേക്കിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വെരി ഡിലീഷ്യസ് ആൻഡ് സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആൻഡ് മോയ്സ്റ്റ് ആൻഡ് എന്തെല്ലാം അല്ലേ, നല്ല സൂപ്പർ കേക്കാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യുക, പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ വീഡിയോ. ബൈ.